അല്ല ഗീസേ, ശ്രീലക്ഷ്മി അറക്കൽ ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണല്ലോ ഗീസ്. എനിക്ക് തോന്നുന്നത് ശ്രീലക്ഷ്മി അറക്കൽ എങ്ങനെയെങ്കിലുമൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവരുടെ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മഹാപെണ്ണുപിടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാവരുടെയും സ്നേഹമൊക്കെ പിടിച്ചു പറ്റിയിട്ടുള്ള, സിമ്പതിയൊക്കെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സംഭവം ശരിയാണ്. നമുക്ക് പലർക്കും നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മളെ ഒറ്റപ്പെടുത്തി പോയതും കുറ്റപ്പെടുത്തി പോയതും വളരെ നാസിസ്റ്റിക്കായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കഥ പറയാനും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് തേപ്പ് കിട്ടിയതും അല്ലേ, ഒറ്റപ്പെടൽ അനുഭവിച്ചതും പട്ടിണി കിടന്നതും കടങ്ങളുണ്ടായതും സാമ്പത്തിക മാന്ദ്യങ്ങൾ, അസുഖങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അത് കൂടെ പോയോണ്ടിരിക്കുകയായിരിക്കും. ഇതുവരെ അത് പോയിട്ടില്ലാത്ത ആളുകൾക്ക് ഭാവിയിൽ അങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെയാണ്. ശ്രീലക്ഷ്മി അറക്കൽ പലപ്പോഴും ആണുങ്ങളെ, അതായത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അച്ഛൻ മോശക്കാരായിരുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയണതല്ല കേട്ടോ, ശ്രീലക്ഷ്മിയുടെ വർത്താനം അങ്ങനെയായിരുന്നു. ആണുങ്ങൾ മൊത്തം മോശക്കാരാണെന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നുണ്ടോ എന്നൊരു അപകടമാണ് എനിക്കിതിൽ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ദീപക് നിരപരാധി അല്ല എന്ന്, അയാൾ ആത്മഹത്യ ചെയ്തില്ല, ദീപക് നിരപരാധി അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക എന്നുള്ള രീതിയിലാണ് ശ്രീലക്ഷ്മി അറക്കൽ മുപ്പത്തിയാറുടെ ഒരു ചിന്ത പോകുന്നത്. അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ ഒരുപാട് പേര് ബസ്സിൽ, ട്രെയിനിൽ, അതേപോലെ പല സ്ഥലങ്ങളിൽ പബ്ലിക് സ്പേസുകളിലൊക്കെ ഇങ്ങനെ ബാഡ് ടച്ച്, ഇങ്ങനെ ദുരനുഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നു എന്ന ഒരു റിയാലിറ്റി, സംഭവം ശരിയാണ്, അങ്ങനെ റിയാലിറ്റി ഉണ്ട്. അതുകൊണ്ട് അവർ ആണുങ്ങൾ മൊത്തം മോശക്കാരാണെന്നുള്ള ഒരു സംഗതി നേരത്തെ കൂട്ടി ഉറപ്പിച്ച് വെച്ചിട്ട് അവർ ഈ വിഷയത്തെ നോക്കിക്കാണാണ് തോന്നുന്ന കേസ്. അതായത് അപ്പുറത്തൊരാണാണെങ്കിൽ അയാൾ നിരപരാധി അല്ല, അയാൾ മോശക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ ചാവേണ്ടവനാണെന്നുള്ളൊരു ലെവലിലേക്കൊക്കെ അവർ ചിന്ത പോകുന്നുണ്ടോ എന്നൊരു വളരെ ഭീകരമായ ഒരു അവസ്ഥ തോന്നുന്നുണ്ട് കേസ്. ഇവിടെ ഒരാൾ മരിച്ചു പോയിരുന്നതിനോട് ഒരു എമ്പതിയും കാണിക്കാണ്ട്, ഒരു സഹാനുഭൂതിയും കാണിക്കാണ്ട്, അപ്പോഴും ആ പെണ്ണ് ഷിംജിത ഓളുടെ വീഡിയോയിൽ എന്താണ് കാണിച്ചത് അതൊക്കെ അവൾ കണ്ണടത്തിരുന്നിട്ടാണ് ശ്രീലക്ഷ്മി കാണുന്നത് തോന്നുന്നു കേസ്. എന്താണ് സംഭവം? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ല, സ്ത്രീകൾ, ഞാൻ ബഹുമാനമില്ലാണ്ടല്ല കേട്ടോ പെണ്ണെന്ന് പറഞ്ഞു, നമ്മൾ ആണെന്ന് പറയാച്ച പിന്നെ പെണ്ണെന്ന് പറയല്ലോ, എല്ലാ ജെൻഡറിലുള്ള ആളുകളും ഇങ്ങനെ ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ വില കുറച്ച് കാണുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി കുറച്ച് കാണുക ഒന്നുമല്ല പറയുന്നത്. നമ്മളൊരു കാര്യം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, എന്തായാലും സംഗതി, ആ വീഡിയോയിൽ എന്താണ് CCTV ദൃശ്യങ്ങൾ, ബസ്സിൽ ഉണ്ടായ കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ അയാൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണ്ടേ, അതിന് നമ്മൾ അംഗീകരിക്കണ്ടേ? അപ്പോഴും അയാൾ ക്രൂരനാണ്, അയാൾ ദുഷ്ടനാണ്, അയാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു ചിന്ത തോന്നുന്ന കേസ്. ഇത് അപകടകരമാണ്. മെൻസ് കമ്മീഷൻ്റെ ഒക്കെ പ്രാധാന്യം ഇവിടെ തന്നെയാണ് കേസ്. രാഹുൽ നമുക്കറിയാവുന്നതാണ്, ഒരു ആണിനെ നിയമപരമായിട്ട് കുടുക്കാൻ ഇവിടെ എളുപ്പമാണ്. സ്ത്രീകളുടെ ഭാഗത്താണ് പലപ്പോഴും നിയമം നിൽക്കുക. അത് നിയമം അങ്ങനെയാണ്, നിയമത്തിന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, പലപ്പോഴും വൈറലാവാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബസ് ട്രെൻഡ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ തന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഷിംജിതിനെ കളിയാക്കിക്കൊണ്ട് ആ ബസ് ട്രെൻഡിനെ ട്രോൾ ചെയ്തുകൊണ്ടൊക്കെ സംഗതി. പക്ഷേ നമ്മൾ ഈ ട്രോളിൻ്റെ ഇങ്ങനെ കളിയാക്കൽ നിങ്ങളുടെ കാര്യം മാത്രമല്ല കേസ്, ഇത് ജീവിതമാണ്. ഇതിലിടപെടുന്ന ആളുകൾക്ക്, ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് ജീവിതമുണ്ട് നമ്മൾ മനസ്സിലാക്കുക. സൈബർ ബുള്ളിങ് മാത്രമല്ല, ട്രോമ എന്ന് പറഞ്ഞ സാധനം, ചുമ്മാ സൈബർ ബുള്ളിങ് ഒരു 4 തെറി വരും അങ്ങനെയുള്ള ഒരു സാധനം മാത്രമായിട്ട് ഇതിനെടുക്കരുത്. ആളുകൾ കളിയാക്കും, ട്രോൾ വരുന്നുള്ളത് മാത്രമായിട്ട് ഇതിനെടുക്കരുത്. ഇത് ആളുകൾക്ക് വലിയ രീതിയിൽ ട്രോമയായിരിക്കും. അതേപോലെ അവിടെ ഒരു മരണം നടന്നു, ദീപക് മരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. നമ്മൾ വേറൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് അതിലേക്ക് പോകണ്ടാവും. ഇപ്പോൾ പബ്ലിക് മെമ്മറി സോ ഷോർട്ട് എന്ന് പറയും. നമ്മളെല്ലാ കാലത്തും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ടോ? ഇല്ല. പക്ഷേ അവിടെ ആർക്കും നഷ്ടപ്പെട്ടു, നമ്മൾ കാര്യം ആലോചിച്ച് നോക്കി, ആർക്കും നഷ്ടപ്പെട്ടു. ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്, ദീപക് നിരപരാധിയാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തിയത്? ഒരു കാര്യം പറ്റ സംഭവം ശരിയാണ്, ആ പോയിന്റിൽ ഒരു പകുതി ഒരു മെറിറ്റ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ദീപക് നിരപരാധിയാണ് നമുക്ക് മുഴുവനായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ആ വീഡിയോ എടുത്ത അവരുടെ ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ മനഃപൂർവ്വം ദീപക്കിനെ, ആ ചെങ്ങായിനെ കൊടുക്കാൻ വേണ്ടി അവരങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ ഇടയ്ക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഇനി എന്താ സത്യാവസ്ഥ അറിയില്ല. ആ വീഡിയോയിൽ അങ്ങനെയാണ് കാണുന്നത്. വീഡിയോയിലില്ലാത്ത ഒരു കാര്യം ആ ചെങ്ങായി അത് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് തെളിവൊന്നുമില്ല. സംഭവം ശരിയാണ്, ഒരു സ്ത്രീ എന്നെ അത് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷേ ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതൊരു തെളിവായിട്ട് അവർ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചതെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ആ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്. അതിൽ തോന്നുന്നില്ല അങ്ങനെ ഒരു ബാഡ് ടച്ച് സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത്.
പിന്നെ ആണുങ്ങളെ മൊത്തം ആണുങ്ങളുടെ നെഞ്ഞത്ത് കയറുക എന്നുള്ളൊരു പരിപാടി, ആളുകളെ കൊടുക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളൊരു പരിപാടി നമ്മുടെ കുടുംബങ്ങളിലെ ആണുങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നമ്മുടെ പാർട്ട്ണറായിട്ട്, അനിയനായിട്ട്, ഏട്ടനായിട്ട്, കസിൻസായിട്ട്, അച്ഛനായിട്ട്, മകനായിട്ടൊക്കെ ആണുങ്ങൾ വരും അല്ലേ, ആണുങ്ങളും ഉണ്ടാവൂലേ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഈ മോശഗണത്തിൽപ്പെട്ട ആളുകളാണോ? ഇതെന്താണ് സംഭവം എന്നാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ എന്നെയും ചെറുപ്പത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാണിൻ്റെ ബാക്കിൽ ഇതെവിടെ ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആണിനോടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ ചില ആളുകളൊക്കെ അങ്ങനെയുള്ള ബാഡ് എക്സ്പീരിയൻസുകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ആണുങ്ങൾ മൊത്തം മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ചില ആളുകൾ സ്ത്രീകൾ അവരോട് വളരെ മോശമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. എന്ന് കരുതിയിട്ട് എല്ലാ സ്ത്രീകളും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ ജനറലൈസ് ചെയ്യുന്നുള്ളതിനൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ സ്ത്രീകൾ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എത്ര വാർത്തകൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. വാർത്താ ചാനലുകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ, പത്രവാർത്തകൾ നമ്മൾ വായിക്കുന്നതല്ലേ. അതേപോലെ തന്നെ ഇവിടെ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ആണുങ്ങളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പല പ്രായത്തിലുള്ള ആളുകൾ പലരോടും അങ്ങനെ മോശം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആണുങ്ങൾ മൊത്തം മോശക്കാരാണെന്നുള്ള ലെവലിൽ ശ്രീലക്ഷ്മി അറക്കൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നുണ്ടോ എന്നൊരു പേടി എനിക്കുണ്ട് കേസ്. അതൊരു ആണായതുകൊണ്ട് മാത്രമുള്ളൊരു പേടിയല്ല, സ്ത്രീകളും അങ്ങനെ പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ശ്രീലക്ഷ്മിയെ പോലുള്ള ആളുകൾ സംസാരിക്കുന്നത് എങ്കിൽ എന്താ വെച്ചാൽ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ, അച്ഛന്മാർ പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ പറയുന്നതാണ്, അച്ഛനെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ പാർട്ട്ണറെക്കുറിച്ചോ കാമുകനെക്കുറിച്ചോ സുഹൃത്തിനെക്കുറിച്ചൊക്കെ, മെയിൽ സുഹൃത്തിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ വരാം, മകനെക്കുറിച്ചൊക്കെ. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടൊരു കാര്യമില്ല. രാഹുൽ ഈശ്വറിന് 2 ആൺമക്കളാണ്, അവർ ആരും സേഫല്ല. ഇങ്ങനെ ഇപ്പോൾ മെൻസ് കമ്മീഷനെ ആളുകളൊക്കെ ഒരുപാട് പേര് എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ശ്രീലക്ഷ്മിയെ പോലുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള നിലപാടുകളിൽ നിന്നാണ് ഇങ്ങനെ മെൻസ് കമ്മീഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ ആളുകൾ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് എന്ന് തോന്നുന്നു കേസ്. എന്തായാലും ഒരു കാലം പോകണ ഒരു പോക്കുന്ന് ഒന്ന് അയച്ചു. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതിലേ സോഷ്യൽ മീഡിയ കോടതിയായിട്ട് മാറുകയാണ്. സോഷ്യൽ മീഡിയയിൽ എന്താ ഒരാൾ എന്നോട് ഇതിങ്ങനെ ചെയ്തു എന്നിട്ട് പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താ അറിയോ, ശരിക്കും ഇങ്ങനെ ദുരനുഭവങ്ങൾ നേരിട്ട ആളുകൾ ഇനി സോഷ്യൽ മീഡിയയിലൂടെ അതിങ്ങനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ ഈ സംശയത്തോടു കൂടി നോക്കിക്കാണുള്ളൂ. അതായത് മറ്റവനെ എന്താ പറയുക, ഇങ്ങനെ അതൊരു കള്ളത്തരം ആയിക്കൂടാന്നുണ്ടോ, സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ചെയ്തതായിക്കൂടാന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു അപകടം കൂടി ഇതിലുണ്ട് കേസ്. എന്തായാലും കാര്യമായ രീതിയിൽ നഷ്ടപരിഹാരം, അതേപോലെ 10 വർഷം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ ഷിംജിത ചെയ്ത തെറ്റിൻ്റെ ഗ്രാവിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകളും വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേസ്. അപ്പോഴും അതിൻ്റെ ഇടയിൽ ആളുകൾ മതം കുത്തി നിറച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. എന്താ ചെയ്യുക, എന്ത് പറഞ്ഞാലും മതവും രാഷ്ട്രീയം അല്ലേ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയി, ആൾക്ക് ഈ നാണക്കേടും സഹിക്കാൻ പറ്റാണ്ട് മരിച്ചുപോയി, അവരെ കുടുംബത്തിന് നഷ്ടമായി. എന്തായാലും ഇപ്പോൾ വിക്കി തഗിൻ്റെ തോന്നുന്നു, അത് വിക്കി തഗിൻ്റെ ഒരാളുടെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു, അല്ല പൊങ്ങുമോടൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ബസ്സിൽ സ്ത്രീയുണ്ട് സൂക്ഷിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് കൂടി നമ്മൾ കാര്യങ്ങളെ നോക്കി കാണേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. എന്തായാലും ഇതൊരു സത്യം പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാണെന്നുള്ള ലെവലിൽ പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു തോന്നുന്നത് കേസ്. ഇതിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് എന്ത് വിചാരിച്ചിട്ട് ഒരാളുടെ അടുത്ത് ഇടപഴകുക, എന്ത് വിചാരിച്ചിട്ട് ഒരാളുടെ സംസാരിക്കുക, ആണിനോടും ആണിന് പെണ്ണിനോടും പെണ്ണിന് പെണ്ണിനോടും ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൂടെ എത്തും. ഇത് ഞാൻ ശ്രീലക്ഷ്മിയുടെ ഒരു കാര്യത്തിൽ എനിക്കിതിലൊരു ഇരട്ടത്താപ്പായിട്ട് തോന്നുന്നത് വെച്ചാൽ, ഇവിടെ ശ്രീലക്ഷ്മി വേടൻ്റെ കൂടെ നിന്ന്, വേടൻ്റെ ഭാഗത്താണ് ന്യായമായിട്ട് വേടൻ്റെ കൂടെ നിന്ന്. അപ്പോൾ വേടൻ മൂലം ഇരയാക്കപ്പെട്ട ആളുകൾ അവരൊന്നും ഇരകളല്ലേ? അതെന്താ ശ്രീലക്ഷ്മി അറക്കൽ അത് വിഴുങ്ങിക്കളയണം? അവരൊക്കെ സ്ത്രീകളായത് വേടൻ എന്ന് പറയുന്നത് ഇവർ എന്താ പറയുക, അത് എന്തുകൊണ്ടാണ് അത് വേടൻ്റെ കൂടെ നിൽക്കുന്നത് മനസ്സിലാവാത്തത്. ഇതൊരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണോ എന്നുള്ളൊരു സംഗതിയൊക്കെ ഉണ്ട്. എന്തായാലും ഇത് വളരെ മോശമാണ് കേസ്. എന്തായാലും ശ്രീലക്ഷ്മിനെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ ഒരു നിലപാടുകൾ ആ ഒരു വീഡിയോന് താഴേക്ക് വന്നിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് ചേച്ചി ഒരു നല്ല കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണതില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്ത ഒരു വലയത്തിൽ, ഒരു മായാജാലത്തിൽ നമ്മൾ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ആളുകൾ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥയിലാണ്. എന്തായാലും
ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ ഒരുപാട് ധൈര്യം സംഭരിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഭാഗ്യം കൂടിയാണ് നമ്മളിപ്പോൾ കുറച്ച് കാലം ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് എന്ന് തോന്നുന്നു കേസ്. അപ്പോൾ എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ കുറിച്ചൊക്കെ ഇപ്പോൾ ശ്രീലക്ഷ്മിക്കെതിരെ സംസാരിക്കുന്ന ഒരു അഭിപ്രായം പറയുന്ന ആളുകളെയൊക്കെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. പലരും കമൻറ്റ് ചെയ്യുന്നത് നീയും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില ആളുകളുടെ വീഡിയോസിന് താഴേക്ക് കമൻറ്റ് ചെയ്യുന്ന ആളുകളെയും കണ്ടു. എന്താ ചെയ്ത് വല്ലാത്തൊരു ഹേറ്റ്രഡിൻ്റെ ഭാഗമാകുന്നുണ്ട്, ആണുങ്ങളോടുള്ളൊരു ഹേറ്റ്രഡ്. ഇക്കണക്കിന് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടുള്ളൊരു ഹേറ്റ്രഡും കൂടി ഇങ്ങനെ വന്നുള്ള ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കും. അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനോട് ആളുകൾക്കുള്ളൊരു ഹേറ്റ്രഡ് എന്നതൊക്കെ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ വെറുപ്പിൻ്റെ കാര്യം? ആളുകൾ പരസ്പരം ആളുകളെ ഒന്നിപ്പിക്കാനും ഒരുമിപ്പിക്കാനും ഒരു ടീമായിട്ട് എങ്ങനെ സമൂഹമായിട്ട് ഇവോൾവ് ചെയ്ത് വരാമെന്നുള്ള അങ്ങനെയുള്ളതൊക്കെ ഒരു ആലോചിക്കണ അതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയുള്ള ഒരു പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യകതയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭിന്നിപ്പിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശ്രീലക്ഷ്മി അറക്കലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ ഒരു കാര്യം ഒരു നിലപാട് പറയുന്ന സമയത്ത് ദയവ് ചെയ്ത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർക്ക് കുടുംബമുണ്ട് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഷിംജിതയ്ക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഷിംജിതയ്ക്ക് സൈബർ ബുള്ളിങ് നേരിടൂലേ, ഷിംജിതയുടെ ജീവിതത്തെ ഇത് ബാധിക്കൂലേ, അവർക്ക് കുടുംബമില്ലേ, അവർക്കൊരു സൈബർ ബുള്ളിങ് നേരിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകും എന്നൊക്കെ ഉണ്ട്. നമ്മൾ ഒരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നല്ല വീഡിയോ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവർ ആ വീഡിയോ രണ്ടാമത് പോസ്റ്റ് ചെയ്ത് BGM കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി BGM ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് സംശയം വരും. ഇതാണ് സംഭവം. പിന്നെ എല്ലാ ആളുകളും ബേസിക്കലി എന്താ പറയുക എല്ലാം തികഞ്ഞ ആളുകളെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതിനെ ഈ ഒരു വിഷയത്തെ പോയിന്റിലല്ല കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞൊരു പോയിന്റ് കിടക്കുന്നത്. അതായത് ആളുകൾ അവർ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അവരങ്ങനെ ക്രൂരതകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റേതായ രീതികളുണ്ട്. ആ രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ചില ആളുകൾ മനഃപൂർവ്വം ക്രൂക്കഡായ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ റീച്ചിന് വേണ്ടി മാത്രം ചെയ്തതാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. സംഭവം ശരിയാണ്, അതും പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ നമുക്കറിയില്ല സത്യം ഏതാണ് നുണ ഏതാണ് എന്നൊക്കെ അറിയാത്തൊരവസ്ഥയിലേക്കാണ് പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? കുറേ വീഡിയോസും ഇവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, കുറേ പ്രതികരണങ്ങൾ നടക്കണം, സത്യം ഏതാണെന്നൊന്നും അറിയില്ല. അവനവൻ്റെ ജീവിതം അവനവൻ സേഫാക്കി അടിപൊളിയായിരിക്കും എന്നൊരവസ്ഥയിലേക്ക് ആളുകൾ ചിന്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വേറൊരു പ്രശ്നം എന്താ പറയുക, ഒരാൾക്കൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം ഇവർക്കൊരു പേടിയുണ്ടായിരിക്കും എപ്പോഴാണ് ഇത് തിരിഞ്ഞു വന്നിട്ടൊരു കേസായി മാറുകയെന്ന് അറിയില്ലല്ലോ. അപ്പം എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ആളുകൾ അവർ വീഡിയോസ് കാണുന്ന ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ അവരൊരു വൈറൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഈ സാധനത്തിനൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റൂലെന്ന് എന്തുറപ്പ്? എന്തായാലും ഷിംജിത നാട്ടിലില്ല, ദുബായിലേക്കോ മസ്കറ്റിലേക്കോ ഇങ്ങനെയൊക്കെ പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ഒറ്റ മോനായിരുന്നു ദീപക്ക്, അച്ഛൻ്റെ അമ്മയുടെ വയസ്സായ അച്ഛനും അമ്മയും. ദീപക്ക് ഡിവോഴ്സ്ഡ് ആണ്, അതേപോലെ ഒരു മകളുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരൊക്കെ ഇനിയുള്ള ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കില്ലേ. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് ഭയങ്കരമായിട്ട് മെൻ്റലി ഡിസ്റ്റർബിങ് ആയ ഒരു സംഗതിയായിട്ട് കേസിൽ തോന്നുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകളൊക്കെ അലിച്ചു 14 വയസ്സുള്ള പെൺകുട്ടീനെ 16 വയസ്സുകാരൻ പീഡിപ്പിച്ചു എന്നൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നുള്ളൊക്കെ ഒരു സംഗതിയൊക്കെ എന്തായാലും ആ പ്രായത്തിൻ്റെ ഒരു അവസ്ഥ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ പോസിറ്റീവായിട്ടൊന്നും പൊതുവേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. ആളുകൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇപ്പുറത്ത് മറ്റേ ജാസിയുടെ കാര്യങ്ങൾ ഇപ്പുറത്തിറങ്ങുന്നു, അതും നെഗറ്റിവിറ്റിയുടെ രീതിയിലുള്ള ഒരു സംഗതി. എൽനോസ് പാട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത് അത് അല്ല, ജാസി തുണി നോക്കി കാണിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് വേറൊരു കാര്യം. അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്നത് ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവായ സംഗതികളാണ്. അല്ലാണ്ട് ഒരാൾ അടിപൊളിയാണ്, ഒരാൾ ഒരു ഇൻസ്പിറേഷനാണ്, അങ്ങനെയുള്ള രീതിയിലൊന്നും സംഗതി പൊതുവേ സോഷ്യൽ മീഡിയയിൽ കാണലില്ല. ആളുകൾക്കൊന്നും താല്പര്യമില്ല തോന്നുന്നു, ഇത് പോസ്റ്റ് ചെയ്യാനും ഇത് കാണാനും കേൾക്കാനും താല്പര്യമില്ല തോന്നുന്നു. ആളുകൾക്ക് നിങ്ങളുടെ വിവാദങ്ങൾ, നെഗറ്റീവായ സംഗതികൾ, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, പോലീസ് കേസാവുന്നത്, വിവാദങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾക്ക് താല്പര്യം തോന്നുന്ന കേസ്. എന്തായാലും ഇപ്പോൾ കലികാലം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്ന കേസ്. ആളുകൾക്ക് മറ്റുള്ള ആളുകളുടെ നന്മയൊന്നല്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ള സംഗതികളൊക്കെ. എന്തായാലും എന്നെ സംബന്ധിച്ചുള്ള സാധാരണ മനുഷ്യൻ ലെവലിൽ ഇപ്പോൾ ആണെന്നുള്ള ലെവലിൽ തന്നെ എന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ ഞാൻ എന്നെ കാണുന്ന ഞാനൊരു വ്യക്തി എന്നാണ്, അത് ആണായി പോയി എന്നുള്ളൊരു സംഗതി മാത്രമല്ല. ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ എനിക്കിത് കാണുമ്പോൾ വളരെ അൺകംഫർട്ടബിളായ ഒരു സംഗതിയാണ് കേസ് തോന്നുന്നത്. എന്തായാലും ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമയിൽ ഇതിനെക്കുറിച്ചിട്ട് എന്തൊക്കെ കുറച്ച് സംഗതികളുള്ളതായിട്ട് ഞാൻ എവിടെയൊക്കെ വായിച്ചു കേസ്. ഞാൻ ആ സിനിമ കണ്ടില്ല കേട്ടോ, പ്രിൻസ് ആൻഡ് ഫാമിലി. അത് കണ്ടുള്ള ആളുകൾ പറയുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും വേറെ കാര്യം, ശ്രീലക്ഷ്മി അറക്കലിനെ എതിരെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ
കേസ് വരുന്നോ കംപ്ലൈൻറ്റ് വരുന്നോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ആരൊക്കെ വീഡിയോസ് ചെയ്യണമൊക്കെ കണ്ടു. എന്താ ഇവിടെ ചെയ്യാല്ലേ? എന്തായാലും ഞാൻ ശ്രീലക്ഷ്മി അറക്കലിനെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെ പറയില്ല. എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, നമ്മൾ ഒരാളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾക്കും ലൈഫുണ്ട്, അത് അയാളുടെ ലൈഫിനെ തകർക്കുന്ന രീതിയിൽ ആവാണ്ടിരിക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തോടുള്ള എല്ലാ ആളുകളോടും കാണിക്കുന്ന ഒരു മിനിമം റെസ്പെക്റ്റും മിനിമം എമ്പതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന കേസ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയിലും മറ്റുള്ള ആളുകളെ തകർക്കുന്ന രീതിയിൽ ഒരു കണ്ടൻറ്റായിട്ട് അത് മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള പോയിൻറ്റുകളിലൊക്കെ രീതിയിലാണ് ഈ കണ്ടൻറ്റായി മാറുന്നതെങ്കിൽ എനിക്കതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. പിന്നെ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്, കർമ്മ ഈസ് ബൂമറാങ്, നല്ല കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേസ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൂരന്മാരെ പന പോലെ വളർത്തും. നല്ലത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ജീവിക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും ആളുകൾ അവരുടെ ഒരുപാട് ദുരിത ജീവിതത്തിനിടയിൽ എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കഥകളാണ് ഒരു സാധാരണക്കാരെന്നുള്ള ലെവലിൽ എനിക്ക് കേൾക്കാൻ ആഗ്രഹം. ആളുകളുടെ നന്മ, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായത് നമ്മളെല്ലാവരും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ നെഗറ്റിവിറ്റിയും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെയാണ് ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. ശ്വാസം മുട്ടുക ചെയ്യും, ദൈവമേ എന്താണ് ഈ ലോകം ഇങ്ങനെയെന്നൊക്കെ. എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്, എല്ലാവർക്കും വേണ്ട റീച്ചാണ്. ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് വിലയേറിയ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഗൈസ്. എന്നാൽ പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുകയൊക്കെ ചെയ്യാമല്ലോ.